ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. അസാധ്യ രുചിയുള്ള ഒരു ചേനക്കറിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിലെ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഈ മസാല അരപ്പാണ് ഈ ചേനക്കറിയെ ഇത്രയും രുചികരമാക്കുന്നത്. നോയമ്പ് കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചേനക്കറിയാണ്. ഈ ഒരു കറി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗളിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കി തിളച്ച് വരുന്ന സമയമാണ്. ഇതിലേക്ക് 400 ഗ്രാം ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത ചേന ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളക് 2 കട്ട് ചെയ്ത് ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേനയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വെള്ളം വറ്റി ചേനയൊക്കെ നല്ലതുപോലെ വേകുന്നത് വരെ വേവിക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർക്കുക. 2 കാശ്മീരി വറ്റൽമുളകും 1 നാടൻ വറ്റൽമുളകും ഇതിലേക്ക് മുറിച്ച് ചേർക്കാം. മല്ലിയും മുളകും ഒരു 2 മിനിറ്റ് ചൂടാക്കുക. നല്ല ചൂടായി മണം വരുമ്പോഴേക്കും ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് ചേർക്കാം. മല്ലി മുളകൊക്കെ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോകേണ്ട, ചൂടായാലും മാത്രം മതി. ഇനി ഈ സവാളയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 3-4 വേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. തേങ്ങ മൊരിയേണ്ട ആവശ്യമില്ല, ഒന്ന് ഡ്രൈ ആയാൽ മാത്രം മതി. തേങ്ങയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങ അരപ്പിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചൂടായ മണം വരുമ്പോൾ സ്റ്റവിൽ നിന്ന് മാറ്റി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക ഇതെല്ലാം കൂടി. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, എന്നാലും എല്ലാം നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച ചേന വെന്തോന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ചേന കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ചേന ഉടയുന്ന പാകമാണ് വേണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിലൊന്ന് വേവിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഇതുപോലെ കട്ടിയിൽ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അരപ്പൊന്ന് ചുറ്റിച്ച് എടുത്തതാണിത്. ഇതൊരു 1/4 കപ്പ് കാണും, അതും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വേകാനായിട്ട് കുറച്ച് വെള്ളം വേണം, അതാണിപ്പോൾ ചേർത്തത്. ഇനി മൂടി വെച്ച് അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് കഷ്ണങ്ങളിൽ പിടിക്കുന്നത് വരെ വേവിക്കാം. ഈ സമയത്ത് നമുക്ക് വറവ് റെഡിയാക്കാം. ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 6-7 ഉലുവയും കൂടി ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കുക. ഉലുവ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് 8-10 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി കൂടുതൽ മുരിയാതെ എടുക്കണം, അതാണ് നല്ലത്. ഇനി വേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി ഇത് മാറ്റി വയ്ക്കാം. ഇനി ചേനയിൽ ചേർത്ത അരപ്പൊക്കെ നല്ലതുപോലെ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് ചേന കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ചേന കഷ്ണങ്ങളിൽ അരപ്പ് പൊതിഞ്ഞിരിക്കുന്ന പാകമാണ് ഈ കറിക്ക് വേണ്ടത്. ഇത് ഒരു സൈഡ് ഡിഷാണ്, അല്ലാതെ ഒഴിച്ചു കറിയൊന്നുമല്ല. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന കടുക്, ഉള്ളി, വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചാറൊക്കെ കാച്ചി ഒഴിച്ചാൽ നമ്മൾ അത് മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് ആദ്യമേ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചേനക്കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.